ഹായ് പ്രിയമുള്ളവരെ, ഇന്ന് ആക്ടർ ജയൻ്റെ മകൻ മുരളി ജയൻ എന്നുള്ളൊരു മൂന്നാം പാർട്ടാണ്. എൻ്റെ സുഹൃത്ത് ആദിത്യനടുത്ത് സംസാരിച്ചു. ആദിത്യൻ പറയുന്നത് എനിക്ക് ആവശ്യമില്ല, ആ DNA ടെസ്റ്റ് നടത്താൻ അയാൾ പോയി ചെയ്യട്ടെന്ന്. DNA ടെസ്റ്റ് എടുത്ത് എങ്ങനെയാടാ? തൻ്റെ DNA ടെസ്റ്റും അയാളത് നോക്കി മാച്ച് ആവുന്നുണ്ടെങ്കിലേ പറയാൻ. അതാണ് അവൻ്റെ ഉത്തരം. ആ പരനാറിക്ക് അറിയാം ഇയാൾ ജയൻ്റെ മകൻ തന്നെയാണ്. പക്ഷെ എന്നിട്ടും ഇങ്ങനത്തെ ഒരു കളി കളിക്കുന്നത് എന്തുകൊണ്ടാണ് എനിക്കറിയില്ല. അതാണ് ഇവിടുത്തെ വിഷയം. അവന് DNA ടെസ്റ്റ് പോകുന്നില്ലെങ്കിൽ ഏത് നിയമ തടസ്സം ഉണ്ടെങ്കിലും അവനെ കൊണ്ടുപോയി DNA ടെസ്റ്റ് നടത്തുന്ന കാര്യം ഞാൻ ഏറ്റു. അവനെ നേരെ കിട്ടിയെങ്കിൽ ഒരു മിനിറ്റിനെ പണിയേ ഉള്ളൂ. ഞാൻ വെല്ലുവിളിക്കുകയാണ്, ആദ്യത്തിൻ്റെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. നിന്നെ എൻ്റെ കൈക്ക് കിട്ടിയാൽ ഓൺ ദ സ്പോട്ടിൽ എനിക്ക് നിന്നെ ബലമായി കൊണ്ടുപോയിട്ട് എനിക്ക് DNA ടെസ്റ്റ് നടത്താൻ അറിയാൻ. കാരണം ഇതിന് ഇത്ര ഞാൻ വെല്ലുവിളിക്കുന്നത് എന്താ അറിയോ? ഈ പാവം മനുഷ്യൻ ഒരുപാട് കാലമായി അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നത്, പ്രായം കൂടിക്കൊണ്ട് വരികയാണ്. ഇയാൾക്ക് അറിയേണ്ടത് നിൻ്റെ സ്വത്തും സമ്പാദ്യവും നീ വിറ്റ് മുടിച്ചതും ഒന്നും വേണ്ട. സംഭവം എന്ന് പറയുമ്പോഴത്തേക്ക് നീ ഉണ്ടല്ലേ, സംഭവം ഇയാൾക്കൊരു ഐഡൻറ്റിറ്റി മാത്രം മതി. അതാണ് വേണ്ടത്. അതല്ലാതെ നിനക്കുണ്ടല്ലേ നിൻ്റെ സ്വത്തും കാര്യങ്ങളൊന്നും വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മുടക്കിക്കോളാം. DNA ടെസ്റ്റിക്ക് 13,700 ദിർഹംസാണ്, ഞാൻ റൂപ്പീസാണ്. അത് ഞാൻ മുടക്കിക്കോളാം. പിന്നെ പേപ്പർസ് റെഡി ആക്കണം. പേപ്പർസ് റെഡി ആക്കാൻ ആകെ ഒരു 1000 രൂപീസേ മതി. അതും ഞാൻ റെഡി ആക്കണം. നീ വന്നു തന്നാൽ മാത്രം മതി. വരുന്നില്ലെങ്കിൽ നിന്നെ ബലമായിട്ട് കൊണ്ടുപോയി DNA ടെസ്റ്റ് നടത്തുന്ന കാര്യം ഞാൻ ഏറ്റു. അത് എന്ത് നിയമ തടസ്സങ്ങളോ എന്തായാലും ഞാൻ കാലാകാലം ജയിലായാലും എനിക്ക് ഒരു പ്രശ്നമല്ല. പക്ഷെ നീ ഇയാൾ ജയൻ്റെ മകനാണെന്ന് ഒരാളടുത്ത് നീ പറഞ്ഞിട്ടുണ്ട്. അത് ആരടുത്തല്ലേ പറയാം. കുറച്ചു കാലം നിൻ്റെ ഭാര്യയായിട്ടുണ്ടായതോ അത് നിൻ്റെ കൂടെ ഉണ്ടായതോ അമ്പിളി ദേവിൻ്റെ അടുത്ത് നീ സത്യങ്ങൾ ഒരു ദിവസം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അന്ന് നീ നേരെ ബോധത്തോടാണോ അല്ലേ എന്ന് എനിക്കറിയില്ല. നീ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അവളും സാക്ഷി പറയാൻ വേണ്ടി വരും. അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം DNA ടെസ്റ്റാണ് ആവശ്യം. DNA ടെസ്റ്റ് നിന്നെക്കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ച് ഞാൻ അടങ്ങുള്ളൂ. ഞാൻ ഒരാഴ്ചത്തെ സമയം കൊടുത്തതാണ്. അത് ഒരാഴ്ച കൊണ്ട് എനിക്ക് പറ്റിയില്ല. കാരണം പറയുമ്പോൾ ഒരുപാട് തിരക്കും കാര്യങ്ങളും, എൻ്റെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളും ഒരുപാട് തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി ഞാൻ പറയാം, അടുത്ത മാസം ഈ വർഷം തീരുന്നതിനേക്കാളും മുമ്പ് നിൻ്റെ അടുത്ത് ഞാൻ DNA ടെസ്റ്റ് എടുത്തിട്ട് ഞാൻ മാച്ച് ആവുന്ന നോക്കും. അത് നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല. ഞാൻ ഈ മുരളി ജയനെതിരെ ഞാൻ കേസ് കൊടുക്കും. മുരളി ജയനെ അറസ്റ്റ് ചെയ്യും. അത് വേറെ കാര്യം. അതല്ലെങ്കിൽ നിന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഒന്നും വേണ്ട, പണവും കാര്യങ്ങളൊന്നും വേണ്ട. ഇതിൻ്റെ ചിലവ് കാര്യങ്ങളൊക്കെ ഞാൻ വയ്ക്കാം. നിന്നെക്കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ച് ആരെങ്കിലും ആദിത്യ, ഇത് നിനക്കൊരു വെല്ലുവിളിയാണ്. ഇത് ഞാനൊരു വെല്ലുവിളിക്കാൻ നിന്നെ കൊണ്ട് ചെയ്തിരിക്കും. എന്നാൽ ആൾക്കാർ കൂടുതലായിട്ട് സപ്പോർട്ടും ഇദ്ദേഹത്തിനാണ്. നാട്ടിൽ മൊത്തം സപ്പോർട്ട് നിനക്കല്ല, ഇയാൾക്കാണ്. ഓരോ കമൻറ്റ് നോക്കണമായിരുന്നു. ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. ഒരു പ്രായമായ ഒരു അമ്മച്ചി വിളിച്ച് പറഞ്ഞു, മോനെ എനിക്ക് ഒരുപാട് അറിയുന്നൊരു കൊച്ചാണ് ഈ മുരളി ജയൻ എന്ന് പറയുമ്പോൾ ജയൻ്റെ മകൻ തന്നെ, എങ്ങനെയെങ്കിലും ഇതൊന്ന് തെളിയിക്കണം. സമൂഹത്തിന് മുമ്പിൽ ഒരു ദിവസം തലവെടുത്ത് നടക്കണം. അതാണ് പ്രശ്നം. എന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നന്ദി, നമസ്കാരം.